കോൺഗ്രസിലേക്ക് വന്നാൽ അരുണ്, മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ സജീവമായി തന്നെ അണികളും നേതാക്കളും പ്രവർത്തകരും അനുയായികളും ഒക്കെ കാര്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അന്തിമ റിസൾട്ട് ഏതാണ്ട് സതീശൻ പറഞ്ഞതിന് സമാനമായി വന്നപ്പോൾ 100 കടന്നപ്പോൾ സതീശനല്ലാതെ മറ്റാര് എന്ന ചോദ്യം ഇപ്പോൾ പാർട്ടിയിൽ, ആ ഒരു ചോദ്യത്തിന് പാർട്ടിയിൽ ബലം കൂടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സ്വാഭാവിക ചോയ്സായി വി.ഡി. സതീശൻ മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു എതിർനീക്കം നടത്തിയേക്കാം. കെ.സി. വേണുഗോപാലൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു നാരോ മാർജിനിൽ UDF ജയിച്ചു വരും, അപ്പോൾ സതീശനെ മാറ്റാമെന്നൊരു നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ വലിയ ഭൂരിപക്ഷം കോൺഗ്രസ് ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടി ജയിക്കുമ്പോൾ വി.ഡി. സതീശനെ അവിടെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്, നിലപാടുകൾക്ക് പ്രസക്തി ഏറുകയാണ്. അദ്ദേഹം കുറച്ചുകൂടി എളുപ്പത്തിൽ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഏറെയും. പക്ഷേ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒരു നീക്കവും നടത്താതിരിക്കുമെന്നും കരുതാനാകില്ല. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മുൻനിർത്തിയെങ്കിലും ഒരു കെ.സി. വിഭാഗം ഒരു നീക്കത്തിന് ശ്രമിക്കുമെന്നാണ് സൂചന. കോൺഗ്രസിലെ എക്കാലവും ഈ നിയമസഭാ കക്ഷിയിലെ ഒരു പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയാണ് രമേശ് ചെന്നിത്തലയെ പിന്തള്ളി വി.ഡി. സതീശൻ നേതൃസ്ഥാനത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ശ്രമം ഉണ്ടാകും. പക്ഷേ കൂടുതൽ സാധ്യത വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ്. രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ പേരുകളും സജീവമായി തന്നെയുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിനും AICC നേതൃത്വത്തിനും സ്വാഭാവികമായും മറ്റ് പേരുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്കും നിർബന്ധിച്ച് വി.ഡി. സതീശൻ എന്ന പേര് വെട്ടാനുള്ള ശക്തി ഈ തരത്തിൽ ഉണ്ടാകില്ല. കാരണം അത്രയധികം വലിയ വിജയമാണ് സതീശൻ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഘടകകക്ഷികളുടെ പിന്തുണയും വി.ഡി. സതീശൻ തന്നെയാകാനാണ്. ലീഗൊക്കെ നേരത്തെ പറഞ്ഞും പറയാതെയുമൊക്കെ സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാട് മുന്നോട്ട് വച്ചതാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ മറികടക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ചില നീക്കങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരത്തിൽ പാർലമെന്ററി നിയമസഭാ കക്ഷി യോഗത്തിൽ മാത്രം തീരുമാനം വരരുത്, ഘടകകക്ഷിയുടെ അഭിപ്രായം കൂടി കേൾക്കണമെന്നൊരു നിലപാട് ഒരുപക്ഷെ വി.ഡി. സതീശൻ മുന്നോട്ട് വച്ചേക്കാം. അവിടെ അത് ഈ കേരള കോൺഗ്രസിനും അതുപോലെ തന്നെ ലീഗിനും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസവും അവരിൽ നിന്ന് ലഭിച്ച ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാകും സതീശൻ അത്തരം ഒരു നീക്കം നടത്തുക. ശരിയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.